May the Lord's name be glorified. We thank God that God has enabled us to be here with the believers here. ഇവിടെയുള്ള ദൈവത്തോട് ചേർന്ന് ഇങ്ങനെ ഒരുമിച്ചായിരിക്കാൻ ദൈവം നൽകിയ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. And we are happy to take part from the Lord's table. കർത്തൃമേശയിൽ നിന്ന് പങ്കുകൊള്ളുവാനായിട്ട് സന്തോഷമുള്ള വിവരം സഭയെ അറിയിച്ചുകൊള്ളു. In connection to the worship, let's turn to the Gospel of John. ആരാധനയുള്ള ബന്ധത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കാം. John chapter 11 verse 3. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 3-ാമത്തെ വാക്യം. It's a very familiar verse. Therefore the sisters sent to him, saying, Lord, behold, he whom you love is sick. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. Let's also read verse 14. Then Jesus said to them plainly, Lazarus is dead. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി. So here we see the life of Lazarus. We are very familiar to the story of Lazarus, how he was sick, he died, and then Jesus rose him from death. ഇവിടെ ലാസറിന്റെ ചരിത്രം കഥയാണ് നമ്മൾ വായിക്കുന്നത്. ലാസർ രോഗിയായി കിടന്നു, മരിച്ചു, കർത്താവ് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. The first part we see that this is what our story is also. ഇതിന്റെ ആദ്യ ഭാഗം നമ്മുടെയും കാര്യം ഒന്ന് തന്നെയാണ്. We were also sick just like Lazarus. ലാസറിനെ പോലെ നാമും ദീനമായി കിടന്നവരായിരുന്നു. We were just listening about the healing of 10 lepers. ആ 10 കുഷ്ഠരോഗികളെ സൗഖ്യം ലഭിച്ചതിനെ കുറിച്ച് നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. We were struck by the leper of sin. നാമും പാപകുഷ്ഠത്താൽ ബാധിക്കപ്പെട്ടവരായിരുന്നു. We were sick and we were leading our life into eternal death. നാം ദീനം പിടിച്ച് നിത്യമായ നരകത്തിന് വിധിക്കപ്പെട്ടവരായി നാം ജീവിക്കുകയായിരുന്നു. When we read verse 3, there is a specific word that it is written there, he whom you love is sick. എന്നാൽ 3-ാം വാക്യത്തിൽ ഒരു പ്രയോഗം നാം ഇങ്ങനെ കാണുന്നു, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന്. God also created us. He loved us and we were sick of sin. ദൈവം നമ്മെ സൃഷ്ടിച്ചു, എന്നാൽ ദൈവം നമ്മെ സ്നേഹിക്കുകയും നാം പാപത്തിൽ അടിമകളായി കിടന്നപ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുകയും ചെയ്തു. We were walking away from him, we were separated, and when we read just like in verse 14, we were also dead in our own sins, we were dead in our own trespasses. നാം പാപത്തിലും മരണത്തിലും നാം പാപത്തിന് മരിച്ചവരായി, നാം അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചവരായിരുന്നു. But then we see verse 44, and he who had died came out bound hand and foot with grey clothes, and his face was wrapped with the cloth. Jesus said to him, loose him and let him go. 44-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, മരിച്ചവൻ പുറത്തു വന്നു, അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും ഇരുന്നു, അവന്റെ കെട്ടഴിപ്പിൽ അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. The first part was our past and this is our present. നമ്മുടെ കഴിഞ്ഞ കാലമാണ് ലാസറിന്റെ ആദ്യത്തെ കാര്യങ്ങള് ചരിത്രം നമ്മൾ വായിച്ചത്. എന്നാൽ ഇപ്പോഴുള്ള അവസ്ഥ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കാണിക്കുന്നു. Jesus is saying to loose him and let him go. കർത്താവ് അവരോട് പറയുകയാണ്, അവന്റെ കെട്ടഴിപ്പിൽ അവൻ പോകട്ടെ എന്ന് പറഞ്ഞു. We were also bound in chains by Satan. നാമും പിശാചിനാൽ ബന്ധിക്കപ്പെട്ടവരായിരുന്നു. As we were seeing, we were sick, we were bound, and we were dead. And here we see Jesus who has broken all our chains. നാമും ദീനം പിടിച്ചു കിടന്നവരായിരുന്നു, നാം ബന്ധിക്കപ്പെട്ടവരായിരുന്നു, നാം മരിച്ചവരായിരുന്നു. എന്നാൽ കർത്താവ് നമ്മുടെ ബന്ധനങ്ങളൊക്കെയും അഴിച്ചു. And the price which was paid was greater than we could ever imagine. അതിനുവേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി നൽകിയ വില എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറമായിട്ടുള്ള കാര്യമാണ്. The table reminds us that our Lord Savior Jesus Christ died on the cross for that. ഈ കർത്തൃമേശ നമ്മെ ഓർപ്പിക്കുന്നതാണല്ലോ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുവാനായിട്ടിടയായി. Unlike Jesus standing outside the tomb and calling Lazarus, he entered into that tomb for us. ലാസറിന്റെ കല്ലറയുടെ പുറത്ത് നിന്നുകൊണ്ട് കർത്താവ് ലാസറെ എന്ന് വിളിച്ചത് പോലെ അല്ല, നമ്മെ തേടി കർത്താവ് നാം ആയിരുന്ന അവസ്ഥയിലേക്ക് താണിറങ്ങി വന്നു. He entered into death and into that tomb. നാം കല്ലറയുടെ അനുഭവത്തിലേക്ക്, മരണത്തിലേക്ക് കർത്താവ് നമുക്ക് വേണ്ടി പ്രവേശിച്ചു. And he not only entered, but he came out victoriously and he loosened all our bonds. അവൻ മരണം അനുഭവിച്ചു എന്ന് മാത്രമല്ല, ജയാളിയായിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റ് മരണത്തെ ജയിച്ചവനായിട്ട്. And then in chapter 12, 12-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ verse 2, 2-ാം വാക്യം, there they made him a supper and Martha served, but Lazarus was one of those who sat at the table with him. അവിടെ അവർ അവന് ഒരു അത്താഴം ഒരുക്കി, മാർത്ത ശുശ്രൂഷ ചെയ്തു,
ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു. This is the great hope that we have in our life today. ഇതാണ് ഇന്ന് നമുക്കുള്ള അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ എന്ന് പറയുന്നത്. God has given us the opportunity that we could dine with Him in that glorious day. ആ കർത്താവിനോട് കൂടെ ആ പന്തിയിലിരിക്കുവാനായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട പദവിയിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. Today, when we come into His presence, this is the one question that we can ask. ഇന്ന് നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഈ ഒരു ചോദ്യമാണ് നമുക്ക് ചോദിക്കുവാനായിട്ടുള്ളത്. Like Mephibosheth, what am I? Like a dead dog that I can come into your presence. മെഫിബോശത്തിനോട് ചേർന്ന് നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും, ചത്ത നായെ പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ തക്കവണ്ണം ഞാൻ എന്തുള്ളൂ. We who were sick in wickedness, we who were far from His glory, today God has made us that we could sit with Him on His table. പാപദീനം പിടിച്ച് കുഷ്ഠം പിടിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോയിരുന്ന നമുക്ക് ഇന്ന് വലിയനായ ദൈവത്തോടുകൂടെ പന്തിയിലിരിക്കാനായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട പദവിയാണ് ലഭിച്ചിരിക്കുന്നത്. Let us praise God and thank God for His great mercy. May His name be glorified. നമുക്ക് ലഭിച്ച വലിയ കരുണയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അവന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.